ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യാനും രാഹുലുമായി തെളിവെടുപ്പ് നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും തെളിവില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് DYFI യുവമോർച്ച പ്രവർത്തകർ ഇന്നും ഉയർത്തിയത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, 3 ദിവസം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിജോ? ഡോക്ടർ ഉന്മേഷ്, SITയെ സംബന്ധിച്ചുകൊണ്ട് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കസ്റ്റഡി. ഈ കസ്റ്റഡിയിൽ രാഹുലിനെ കിട്ടിയ സമയം മുതൽ തന്നെ SITക്ക് അതിനിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസിൽ പരാതി ലഭിച്ച ഉടൻ തന്നെ ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ SIT പലയിടങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ചിരുന്നു. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ആ പരാതിയിൽ പറയുന്ന ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ, അതിന്റെ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ ഒക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷയുമായി SIT സംഘം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 5 ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരുന്നു SITയുടെ ആവശ്യം. പക്ഷേ 3 ദിവസം കസ്റ്റഡി മതി എന്നുള്ളത് മജിസ്ട്രേറ്റ് തീരുമാനിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പോലീസ് സംഘം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. AR ക്യാമ്പിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ AR ക്യാമ്പിൽ ഇരിക്കുകയാണ്. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിലിനെ SIT സംഘം ചോദ്യം ചെയ്യും എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പല സ്ഥലങ്ങളിലും എത്തിച്ചുള്ള തെളിവെടുപ്പ് ഉണ്ടായിരിക്കില്ല. ഇന്നിപ്പോൾ AR ക്യാമ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും. അവിടെ വെച്ച് ഇൻട്രോഗേഷൻ ഉണ്ടാവും. അതിനുശേഷം നാളെ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് തിരുവല്ലയിലെ ഈ പീഡനം നടന്ന ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തുക. അതിനുശേഷം പാലക്കാട്ടേക്ക് അടക്കം കൊണ്ടുപോകണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു. അപ്പോൾ പാലക്കാട്ടേക്ക് എപ്പോഴായിരിക്കും പോവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരമൊക്കെ വരും മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കഴിയും. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. ആ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നിറക്കി തിരുവല്ലയിലെ കോടതിയിലേക്ക് എത്തിക്കുന്നതുവരെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധം കണ്ടിരുന്നു. ആദ്യം കോടതിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ആശുപത്രിക്ക് അകത്തും പുറത്തും രാഹുലിന് നേർക്ക് വലിയ തരത്തിലുള്ള DYFI യുവമോർച്ച SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ നിന്ന് ശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലേക്ക് വന്നു. കോടതിയിലും സമാനമായ സാഹചര്യങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ. അതിനിടയിൽ കോടതിയിൽ ഈ പറയുന്ന കസ്റ്റഡി അപേക്ഷയിൽ വാദം തുടർന്നപ്പോൾ കസ്റ്റഡി അപേക്ഷയെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു നിലപാടാണ് പ്രതിഭാഗം സ്വീകരിച്ചത്. ഒരു തരത്തിലും കസ്റ്റഡിയിൽ വിടാൻ പാടില്ല, ഈ അറസ്റ്റ് അടക്കം നിയമവിരുദ്ധമാണ്, പല കാര്യങ്ങൾക്കും ചട്ടവിരുദ്ധമായിട്ടാണ് രാഹുലിന്റെ അറസ്റ്റ് നടത്തിയതെന്നാണ് രാഹുലിന്റെ പ്രതിഭാഗം അഭിഭാഷകൻ അഭിലാഷ് കോടതിയിൽ വാദിച്ചത്. അത്തരത്തിൽ ഒരു തരത്തിലും കസ്റ്റഡി അപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ മജിസ്ട്രേറ്റ് ഈ പറയുന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് 3 ദിവസം കസ്റ്റഡിയിൽ വിടുകയാണ് ചെയ്തത്. എന്തായാലും ഈ 3 ദിവസം എന്ന് പറയുന്നത് നിർണായകമാണ് SITയെ സംബന്ധിച്ചുകൊണ്ടും രാഹുലിനെ സംബന്ധിച്ചുകൊണ്ടും. കാരണം ആദ്യഘട്ടത്തിൽ 6 മണിക്കൂർ രാഹുലിനെ ചോദ്യം ചെയ്തപ്പോൾ ഒരു തരത്തിലും സഹകരിക്കുന്ന ഒരു സമീപനം രാഹുൽ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ പറയുന്ന 3 ദിവസം കൊണ്ട് സാഹചര്യ തെളിവുകൾ ശേഖരിക്കുക, ഫോണിലേതടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കുക, അതിനുള്ള സമയമാണിത്. അതിന്റെ ഭാഗമായിട്ട് അങ്ങേയറ്റം വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് SIT നടത്തുകയും ചെയ്യും. ഡോക്ടർ ഉന്മേഷ്, ഇപ്പോൾ ഷിജോ, ഈ പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതുൾപ്പെടെയായിരുന്നുവല്ലോ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. അത്തരം വാദമുഖങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല എന്നാണോ ഷിജോ? അതെ ഉന്മേഷ്, അത്തരം കാര്യങ്ങളൊന്നും ഒരു തരത്തിലും തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അരുന്ധതി ദിലീപ് പരിഗണിച്ചില്ല. അത് മുഖവിലയ്ക്ക് പോലും എടുത്തില്ല. ഇതിനകത്ത് നമ്മൾ ആദ്യമേ കാണേണ്ടത്, ഇന്നലെ സമാനമായിട്ടുള്ള കാര്യം മജിസ്ട്രേറ്റിന് മുമ്പാകെ വന്നപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് പോലും കിട്ടാതെ എങ്ങനെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നുള്ളൊരു ചോദ്യം മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് പ്രതിഭാഗത്തോട് ചോദിച്ചിരുന്നു. ഇന്നിപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് കൂടി കോടതിക്ക് മുമ്പാകെ വന്നിരുന്നു. അപ്പോൾ അതുപ്രകാരമാണ് കസ്റ്റഡി അപേക്ഷയിലും ഈ പറയുന്ന ജാമ്യാപേക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ പറയുന്ന പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത്. പ്രോസിക്യൂഷന്റെ വാദത്തിൽ മാത്രമായിരുന്നു കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി ഖണ്ഡിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് കോടതിയിൽ നിന്ന് കണ്ട ഒരു കാഴ്ചയാണ്. അതിനും അപ്പുറത്തേക്ക് ഈ പ്രതിഭാഗം പൂർണ്ണമായിട്ട് പറയുന്നൊരു കാര്യം എന്തുകൊണ്ടെന്നാൽ, നേരത്തെ സമാനമായൊരു കേസിൽ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഉയർന്നൊരു ആരോപണത്തിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് മറ്റ് ചട്ടങ്ങൾ പാലിക്കാതെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ മറ്റ് 2 ആളുകൾ കൂടെ വേണമായിരുന്നു, ആ കാര്യങ്ങൾ പാലിച്ചില്ല, നിയമവിരുദ്ധമായിട്ടാണ് ഈ അറസ്റ്റ്. സമാന കേസിൽ തന്നെ നേരത്തെ പുറത്തുള്ള ഒരാൾക്ക്, ജാമ്യം കിട്ടിയ ഒരാൾക്ക് എങ്ങനെ ഇതേ കേസിൽ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. പൂർണ്ണമായിട്ടും ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഈ അറസ്റ്റ് എന്നുള്ള വാദമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ അതിനെ കൃത്യമായിട്ട് മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെ പ്രോസിക്യൂഷന്റെ വാദത്തിന് അംഗീകാരം നൽകുകയാണ് മജിസ്ട്രേറ്റ് ചെയ്തത്. എന്തായാലും ഈ മാസം 16-ാം തീയതി പ്രതിഭാഗത്തിന്റെ ജാമ്യ ഹർജിയിൽ വാദം നടക്കും. ജാമ്യ ഹർജി സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ എതിർക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യും അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ
വാദിക്കും. എന്തായാലും 16-ാം തീയതി ഈ മാസം 16-നാണ് പ്രതിഭാഗത്തിന്റെ ജാമ്യ ഹർജി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും അവിടുന്ന് ജാമ്യം തള്ളിയാൽ മാത്രമായിരിക്കും പ്രതിഭാഗം ജില്ലാ കോടതിയെ സമീപിക്കുക. എന്തായാലും ഇന്ന് കോടതിയിൽ നിന്ന് ഒരു തരത്തിലും പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് ഒരു മുഖവിലക്കെടുക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് മജിസ്ട്രേറ്റ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് SITയുടെ ആവശ്യപ്രകാരം, പ്രോസിക്യൂഷൻ ആവശ്യപ്രകാരം 3 ദിവസം കസ്റ്റഡി അനുവദിക്കുകയും ചെയ്തത്. പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാദം ഉന്നയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി കാണണം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രതിഭാഗം പറഞ്ഞിരുന്നതാണ്, മജിസ്ട്രേറ്റ് കോടതിയിൽ ഞങ്ങൾ വലിയ തരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല, ജില്ലാ കോടതിയിൽ ഞങ്ങൾ ജാമ്യം എടുത്തോളാം എന്ന് പറഞ്ഞാണ്. പക്ഷേ എന്നാൽ പോലും പ്രോസിക്യൂഷന്റെ വാദത്തെ എതിർക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് മുകളിലേക്ക് ഒരു വാദം വെക്കാനായിട്ട് പ്രതിഭാഗത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഉന്മേഷ്. ശരി, ഷിജു കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.